നമസ്കാരം. ഷാരോൺ വധക്കേസിൽ തൂക്കുകയറ് വിധിക്കപ്പെട്ടതോടെ വധശിക്ഷയ്ക്ക് കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി ഗ്രീഷ്മ മാറിയിരിക്കുന്നു. ഇതിന് ഇപ്പോൾ റഫീഖ ബീബി എന്നൊരു വനിതയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗ്രീഷ്മയും കൂടെ ആയപ്പോൾ ആകെ മൊത്തം 39 നിന്ന് 40 പേരാണ് വധശിക്ഷയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അതിൽ 2 യുവതികളാണ് റഫീഖ ബീബിയും ഗ്രീഷ്മയും. ഗ്രീഷ്മ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായി മാറിയിരിക്കുന്നു. അപൂർവമായിട്ടാണ് കേരളത്തിൽ വധശിക്ഷ നടപ്പാക്കുന്നത്. അവസാനമായി വധശിക്ഷ 1991 റിപ്പർ ചന്ദ്രനെയാണ് തൂക്കിലേറ്റിയത്. തിരുവനന്തപുരത്തും കണ്ണൂർ ജയിലിലുമാണ് വധശിക്ഷയ്ക്കുള്ള ഏർപ്പാടുകൾ ഉള്ളത്. നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി എം ബഷീറാണ് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന വിധി ന്യായം പുറപ്പെടുവിച്ചത്. മുൻ നിയമസഭാ സെക്രട്ടറി ആയിരുന്നു, എഴുത്തുകാരൻ കൂടിയായിരുന്നു എം ബഷീർ. ബഷീറിന്റെ വിധി ന്യായത്തിലൂടെ വധശിക്ഷയിലേക്ക് പോകുന്ന 4ാമത്തെ വ്യക്തിയാണ് ഗ്രീഷ്മ. നിലവിൽ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത്. വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ ഗ്രീഷ്മ ആ കൂട്ടത്തിലെ 2ാം സ്ഥാനക്കാരിയായി. ഏറ്റവും പ്രായം കുറഞ്ഞ ആളും വിഴിഞ്ഞം മുല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശാന്തകുമാരി എന്ന സ്ത്രീയെ സ്വർണ്ണാഭരണങ്ങൾക്കായി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കും മകനും മകന്റെ സുഹൃത്തിനും വധശിക്ഷ എത്തിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. ഈ കേസിലെ പ്രതിയായ റഫീഖ ബീവിയെയാണ് ഇപ്പോൾ കേരളത്തിലെ വധശിക്ഷ കാത്തുകഴിയുന്ന ഏക സ്ത്രീ. ഒരു വർഷം മുൻപ് നെയ്യാറ്റിൻകര കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും കൂട്ടുപ്രതികൾക്കും വധശിക്ഷ വിധിച്ചത്. കൊലപാതക ശേഷം മൃതദേഹം വാടക വീടിന്റെ തട്ടിൻപുറത്ത് ഒളിപ്പിക്കുകയായിരുന്നു. 1.5 പതിറ്റാണ്ടിന് ശേഷമായിരുന്നു വിചാരണ കോടതി ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിച്ചത്. അമ്മയ്ക്കും മകനും തൂക്കുകയർ വിധിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യവും. ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയതിന് ഒരു വർഷം മുൻപ് 2021 ജനുവരി 14 കോവളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളാണ്. ഇതും പരിഗണിച്ചാണ് കോടതി ആ കേസിൽ വിധി പ്രസ്താവിച്ചത്. അതും കൂടെ ചേർത്താണ് റഫീഖ ബീവിക്കും മകനും കൂട്ടർക്കും വധശിക്ഷ വിധിച്ചത്. എല്ലാവരും ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.